നന്മ 24ലേക്ക് സ്വാഗതം. വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകളെ മുസ്ലിം പള്ളിയുടെ അകത്തളത്തിലേക്ക് ക്ഷണിച്ചു. എറണാകുളത്ത് പടമുകളിലുള്ള ജുമാ മസ്ജിദ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിയിൽ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു വേദിയിലേക്ക് എത്തിയത്. മുസ്ലിം പള്ളിയുടെ അകത്തളങ്ങൾ കാണാനും അതുകൂടാതെ ഇവിടുത്തെ പ്രാർത്ഥന രീതികൾ എല്ലാം നേരിട്ടറിയാനും ഉള്ള ഒരു അവസരമായിരുന്നു. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله ഒരു സാഹോദര്യത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ നമുക്ക് മതത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ എല്ലാ വ്യത്യാസങ്ങളും മറന്നു വെച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കാൻ കഴിയും. നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ട്. കൊറോണ വരുമ്പോൾ അല്ലെങ്കിൽ സുനാമി വരുമ്പോൾ പ്രളയം വരുമ്പോഴൊക്കെ നമ്മളങ്ങനെ പള്ളിയിലിരിക്കാറുണ്ട്, സ്കൂളിൽ ഇരിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സ്നേഹത്തിൻ്റെ പേരിൽ മാത്രം സൗഹൃദം പങ്കിടുന്നതിൻ്റെ ഭാഗമായി, പരസ്പരം അറിയുന്നതിൻ്റെ ഭാഗമായി, ലോകത്തിന് നല്ലൊരു സന്ദേശം കൈമാറുന്നതിൻ്റെ ഭാഗമായി, വിശിഷ്യായി കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ സ്പർദ്ധകൾ ഉണ്ടാകുന്ന ഒരു സമയം, അല്ലെങ്കിൽ മതത്തെ ആളുകൾ മോശമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ മതം അത് സ്നേഹം പ്രചരിപ്പിക്കുന്നതാണ്. ഏത് മതമായാലും അതിൻ്റെ അന്തസത്ത സ്നേഹമാണ്, സാഹോദര്യമാണ്. അത് ഒരുമിച്ചിരിക്കാൻ, തോളോട് തോൾ ചേർന്നിരിക്കാൻ പഠിപ്പിക്കുന്നതാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ട് ഈ സദസ്സിനെ വിജയമാക്കി തന്ന, ഇവിടെ വന്നിരിക്കാൻ ആ വലിയ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. മസ്ജിദിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാനൊരു ബ്രാഹ്മണനാണ്. അത് ഗൗഡസാരത്ത് ബ്രാഹ്മണനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ്റെ ചെയർമാനായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് അതിൽ നിന്ന് കിട്ടിയ ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചത്. പടമുകൾ പള്ളിയെക്കുറിച്ച് പൊതുവേ പറയുമ്പോൾ പടമുകൾ പള്ളി പരിപാലന കമ്മിറ്റിയാണ് അതിൻ്റെ ഭാരവാഹികളാണെങ്കിൽ പോലും കേരളത്തിൽ അങ്ങോളം ഇല്ലാത്ത ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഭാരവാഹികളാണ് ഇവിടെ ഭരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വന്നുപോയിട്ടുള്ള അപജയങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ഒരവസരം എന്ന നിലയിൽ ഈ പള്ളികളുടെ പ്രവർത്തനം പൊതുജനങ്ങളിലൊക്കെ കൂടുതൽ വ്യാപിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് വളരെ നന്നായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് മതത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും നടക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നു. അതിൻ്റെ ആഘാതങ്ങൾ ദൂരെ മധ്യപൂർവ്വ ദേശങ്ങളിലൊക്കെയാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ ആഘാതങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാം. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. മതം എന്ന് പറയുന്നത് സ്നേഹമാണ്. നേരത്തെ നമ്മുടെ ഉദവി അദ്ദേഹം പറയണ്ടായി. അല്ലാതെ അത് മതം തായ്ക്ക് പകരം രണ്ടാമത്തെ ദ ആവാൻ പാടില്ല എന്നും പറഞ്ഞു. ശരിയാണ്. ഇപ്പോ പലപ്പോഴും ആനുകാലികമായ പല സംഭവങ്ങളും കാണുമ്പോൾ സ്നേഹത്തിൽ നിന്ന് മാറി അഹങ്കാരങ്ങളിലേക്ക് മനുഷ്യന്റെ
സ്വഭാവം മാറുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ എല്ലാവരും നമ്മളുടെ ഏറ്റവും ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഏറ്റവും വളരെ സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് ചെറുപ്പക്കാരായ പണ്ഡിതന്മാരാണ്. ഇവരുടെ മുന്നിൽ ശിരസ് നമിക്കാൻ തോന്നുകയാണ്. എത്ര ഉദാത്തമായ വാക്കുകൾ, എത്ര മനോഹരമായ പദസമ്പത്ത്. ഒരാളിനെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ, സന്നിവേശിപ്പിക്കുവാൻ, സാംശീകരിക്കുവാൻ അവര് ഉപയോഗിക്കുന്ന പദങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ പഠനകാലം ഏതാണ്ട് ഒരു 16 വർഷത്തോളം ഒരു പള്ളിയുടെ സമീപത്താണ് താമസിച്ചിരുന്നത്. എൻ്റെ സഹപാഠികളെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലും. എങ്കിൽ പോലും അവർ ബാങ്ക് വിളിക്കുമ്പോൾ അവരെല്ലാവരും കൂട്ടമായി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു ഗേറ്റ് വരെ മാത്രമേ പ്രവേശിക്കാനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ ലോകത്ത് പ്രതിഫലിപ്പിക്കുന്ന വിധം ഒരുമിച്ചിരിക്കാനും സന്തോഷം പങ്കിടാനും നമുക്ക് ഈ സായാഹ്നത്തിൽ തന്നെ സാധ്യമായി എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. തീർച്ചയായിട്ടും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് ഇന്ന് മാറും എൻ്റെ ജീവിതത്തിൽ. കാരണം ഈ ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഈ പരിപാവനമായ ഈ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇന്നാണ് സാധിച്ചത്. അതിന് സർവേശ്വരനോടുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ആളുകൾ ചെയ്യേണ്ടത്. ഞാൻ ജമാ മസ്ജിദിൽ പോകാറുണ്ട്. എറണാകുളത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ജൂ സ്ട്രീറ്റിലുള്ള ഏറ്റവും പുരാതനമായ മസ്ജിദ്. അപ്പം എനിക്ക് വളരെ ബന്ധമുണ്ട്. ഞാൻ 24 കൊല്ലം എറണാകുളം തിരുമല ദേവസ്വത്തിൻ്റെ ട്രസ്റ്റിയായിരുന്നു. തൊട്ടടുത്താണ്, എറണാകുളം മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ്. അതായത് നമ്മൾ എല്ലാ മതസ്ഥരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് നമുക്കിത് ആവശ്യമാണ്. അതേപോലെ ഇതൊരു മെസ്സേജ് ആയിരിക്കണം, ഈ ഒരു തുടക്കമായിരിക്കണം എല്ലാത്തിനും. ഞാൻ അവിടെയും പറയാറുണ്ട്, ഗ്രാൻഡ് ജമാ മസ്ജിദില് ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാനൊക്കെ കഴിഞ്ഞ 12 വർഷത്തോളമായി എല്ലാ നോമ്പും റംസാൻ മാസം നോമ്പെടുക്കുക, നോമ്പ് തുറക്കുന്നത് ഈ പള്ളിയിൽ വന്നിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. മനുഷ്യന്റെ അഹങ്കാരം എന്ന് പറയുന്ന തലയിൽ നിൽക്കുന്ന അഹങ്കാരത്തിലെ വാദത്തിന്റെ ഭൂമിയിൽ തൊട്ട് കൊണ്ട് ഞാൻ അവിടേക്ക് അടിമയായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒരു ആരാധനാക്രമത്തിന്റെ പ്രധാന ഭാഗം. അതാണ് നിസ്കാരവും നമസ്കാരവും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഒരേ കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളൊരു പക്ഷെ കലാപനി വന്നിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെ ഒരു കുരിശുമില്ല, ഒരു ദൈവവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പിള്ളേരാണ് സിബിക്ക്, അൻസാറ്, ഇവരെല്ലാം കലാഭവനിൽ പഠിച്ചു പോയത്. അപ്പൊ കലാഭവന്റെ പ്രിൻസിപ്പൾ അതായിരുന്നു. ആവേലത്തിനോടൊക്കെ 6 വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ച് ഞാൻ അതിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, തമ്മിലടിച്ചിട്ട് ആകാനും പറഞ്ഞു. ഇതാണ് സംഭവം. ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു അറിവ് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരൊറ്റ വഴി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൽക്കാലം ഇവിടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവർക്കും എങ്ങനെ സാഹോദര്യവും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുമെന്നുള്ള നല്ല നല്ല ചിന്തകളുമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള അത് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും, നമുക്ക് എനിക്കൊക്കെ ഉള്ളതാണ്. സ്നേഹവും സൗഹാർദ്ദവും ഇവിടെ നിലനിർത്താൻ കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇതിപ്പോ നമ്മുടെ സുഹൃത്തുക്കളോ മക്കളൊക്കെ യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം നമ്മളെയൊക്കെ വളരെയധികം വ്യാകുലപ്പെടുത്തുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി ഉണ്ടായേ പാടും. ഇസ്ലാം താരതമ്യേന മറ്റു വിഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റിലിജിയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവര് കൂടുതൽ തുറസായി വരുന്നത് തങ്ങളുടെ ദൈവികമായ ബന്ധം ഞങ്ങൾ ഇങ്ങനെയാണത് നടത്തുന്നത് എന്നുള്ള ആ കാര്യം പൊതുജനങ്ങളുടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അറിയുന്ന രീതിയിൽ അവരിങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ മാത്രമല്ല, നമ്മളുടെ സമൂഹത്തിന്റെ ജനസാമാന്യത്തിന്റെ പൊതുസമൂഹത്തെ വിശ്വാസത്തെയും അവരുടെ ആത്മധൈര്യത്തെയും കൂടുതൽ പ്രബലപ്പെടുത്തും എന്നുള്ളത് ഇതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഈ പള്ളിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സമുന്നതമായ സ്ഥാനം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട
പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ ഉസ്താദുമാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടലും സമൂഹത്തിൻ്റെ ആകെ ഒരു പരിഗണനയും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിവുണ്ട്. നമുക്ക് മതങ്ങൾ തമ്മിൽ ശ്രദ്ധ പാടില്ല. മതങ്ങൾ തമ്മിൽ അംഗീകരിക്കപ്പെടണം. മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. മാനവികത, അതിൽ ഊന്നൽ നൽകിയിട്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത്. ജീവിത രീതി എല്ലാ മതവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതാണ് ഈ പള്ളി. ഏതാണ്ട് എൻ്റെ അറിവിൽ 200ഓളം കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ്, കാക്കൂർ ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് കൊക്കൂർ ഉസ്താദ്, അതെ, അദ്ദേഹത്തിൻ്റെ ഇടപെടലില്ലാത്ത ഒരിതില്ല. അന്നൊക്കെ ഇന്നത്തെ പോലെയുള്ള വിദ്യാഭ്യാസമോ സേവനങ്ങളോ ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും വിശ്വാസത്തിലൂന്നിയുള്ള അദ്ദേഹത്തിന്റെ ചികിത്സ ഈ നാട്ടിലെ എല്ലാവർക്കും വളരെയധികം ആശ്വാസം നൽകിയിട്ടുണ്ട്. ബാങ്ക് വിളി കേട്ട് സമയം ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. അതായത് രാവിലേക്ക് ഉണരാറായി, 6 മണിയായി, 6 മണിക്കുള്ള ബാങ്ക് കേട്ടു എന്നാണ് അമ്മയൊക്കെ പറയുന്നത്. 6 മണിക്കുള്ള ബാങ്ക് കേട്ടു, എണീക്കെന്ന് പറയുന്ന, അല്ലെങ്കിൽ 12 മണിക്ക് ബാങ്ക് കേട്ടു, ഉച്ചയായി സമയം, അല്ലെങ്കിൽ വൈകുന്നേരം വിളക്കെത്തിക്കേണ്ട സമയമായി, സന്ധ്യക്കുള്ള ബാങ്ക് കാപ്പ് കേട്ടു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലാണ് ഞാൻ അന്ന് വളർന്നത്. ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് അർത്ഥവും വ്യാപ്തിയുമുള്ള ദിവസം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്ന് പറയുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് അതിലപ്പുറം മതസൗഹാർദ്ദത്തിന്റെ എളിമയുടെ ഏറ്റവും വലിയ പര്യായമായി ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വം കടന്നുപോയ വഴികളിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഈശ്വര അള്ളാ തേരേ നാം, അതുപോലെ ബൈബിളും ഗീതയും ഖുറാനും ഒരേപോലെ പാരായണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആ സദസ്സുകൾ അവസാനം വെടിയേറ്റ് മരിക്കുമ്പോഴും ഓർക്കണം, ഈ ലോകത്തെ ഒന്നായി കണ്ട, മനുഷ്യനെ ഒന്നായി കണ്ട, ജാതിമത ചിന്തകൾക്കപ്പുറമുള്ള മാനവീയതയുടെ ഒരു വശം, ഹൃദയബന്ധങ്ങളെ ചേർത്ത് നിർത്തിയൊരു മഹാപുരുഷൻ. തൂക്കുമരത്തിൽ കയറുമ്പോൾ മൗലവി അഷ്ഫാഖുല്ലാ ഖാൻ അവസാനം ഉരുവിടാൻ ആഗ്രഹിക്കുന്നതും അവസാനം പറഞ്ഞു വെച്ചതും വിശുദ്ധമായ വേദഗ്രന്ഥം ഖുർആനിന്റെ സൂക്തങ്ങളായിരുന്നുവെങ്കിൽ മൗലവി അഷ്ഫാഖുല്ലാ ഖാൻ എന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ സമര സേനാനിക്കൊപ്പം തൂക്കിലേറ്റപ്പെടുന്ന തന്റെ സുഹൃത്ത് രാംപ്രസാദ് ബിസ്മിൽ വിശുദ്ധ വേദഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങൾ ഉരുവിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ 2 സുഹൃത്തുക്കളും വിട പറയുന്ന ഒരേ ദിവസത്തിൽ ആ തൂക്കുമരത്തിൽ കയറുമ്പോൾ 2 പേരും ഉരുവിടുന്നത് അവരവർ വിശ്വസിക്കുന്ന വേദഗ്രന്ഥങ്ങളിലെ മധുര മനോഹരമായ സൂക്തങ്ങൾ. അതാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്, അതാണ് ഇന്ത്യയെ നിലനിർത്തിയത്, അതാണ് ഇന്ത്യ എന്ന ആശയത്തെ ലോകത്ത് പ്രതിഫലിപ്പിച്ചത്. ഇവിടെയും ആ ആശയങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും ഉണ്ടെന്ന് പറയാനാണ് ഈ സായാഹ്നത്തിൽ ഈ പള്ളിയിൽ നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അത് പുതിയ കാലത്ത് അങ്ങനെ പറയേണ്ട, അങ്ങനെ നമ്മൾ പ്രത്യേകം ഇങ്ങനെ ഒന്നും വിളിച്ചുകൂട്ടി ഒരുമിക്കേണ്ട സന്ദർഭങ്ങളില്ലാത്ത വിധം തന്നെ ഒരുമിച്ചിരുന്ന നാളുകൾ നമ്മുടെ മുമ്പേ കാലങ്ങളിൽ കഴിഞ്ഞുപോയി. പക്ഷേ തെറ്റുദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ കാലത്ത് നമ്മൾ ഇങ്ങനെ ബോധപൂർവം തന്നെ ആ പാരമ്പര്യത്തെ ഓർക്കാനും ഇന്നലകളെ പറയാനും നമ്മുടെ പൂർവികർ കാണിച്ച ആ ആശയത്തെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോകാനും നമ്മുടെ മുമ്പിൽ ഒന്നും തടസ്സമല്ലെന്ന് പറയുന്നതാണ് ഈ സദസ്സ്. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയൊരു കവാടം ഉണ്ടായിരുന്നു. ആ കവാടം എല്ലാം പൊളിച്ചു മാറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് അതോടൊപ്പം കൈകോർത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ? അതിനെ പറയാം, പടവലം പള്ളിയുടെ ആ മതേതര കാഴ്ചപ്പാടിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് വികസന കാര്യങ്ങളിലും അത് കാണിക്കുന്നത്. ഇപ്പോൾ പടവലം പള്ളിയുടെ നല്ലൊരു ശതമാനം സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഞാനൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് ഞാനൊക്കെ കഴിഞ്ഞ നോമ്പിനൊക്കെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഒരു തർക്കങ്ങളുമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ. പക്ഷേ ഒരു ഇതും തർക്കമില്ലാതെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അവർ ആവശ്യപ്പെടുന്ന സ്ഥലം വിട്ടുകൊടുക്കും. വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ വളരെ ആഗ്രഹത്തോട്
ചേർന്നിരുന്ന ഒരു സംഭവമാണ് ഈ ഈ മുസ്ലിം സമുദായത്തിലെ പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലുക എന്നുള്ളത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കാൻ പറ്റില്ല. മതം എന്ന് പറയുമ്പോൾ അതിലൊരു ഓർഡർ ഉണ്ടാകും, ചിട്ടയുണ്ടാകും. അതാണ് എല്ലാ മതങ്ങളും മനുഷ്യനെ ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടി പഠിപ്പിക്കുക. പ്രവാചകന്മാരായിട്ട് ആണ് ഇസ്ലാം പരിചയപ്പെടുത്തുക എന്ന് മാത്രം. പ്രവാചകന്മാരായിട്ട് അംഗീകരിക്കണം, ദൈവമായിട്ട് അംഗീകരിക്കരുത് എന്നുള്ളൊരു വ്യത്യാസമാണ് അവരുണ്ടാവും. പക്ഷെ ഈ വ്യക്തികളെ ബഹുമാനിക്കണം, ആദരിക്കണം. മാത്രമല്ല ഉലുൽ അസ്മ പ്രവാചകന്മാരിലെ ഏറ്റവും പ്രമുഖരായ ആളുകളെ എണ്ണിയ കൂട്ടത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാം. നൂഹ് ബൈബിളിൽ പറയപ്പെട്ട ആളാണ്. ഈ ഒരു പ്രോഗ്രാമിൽ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന രാജു വാഴക്കാല ഒരു നല്ലൊരു വിവരാവകാശ പ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. ഏതായാലും ഈ പ്രദേശത്തെക്കുറിച്ച് ഈ പള്ളിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഏതായാലും രാജു വാഴക്കാലയുടെ അടുത്ത് തന്നെ ചോദിക്കാം. രാജു, ഇന്ന് ഇത് കണ്ടിട്ട് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ താങ്കൾ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു പറയുന്നത് കണ്ടിട്ട്? അത് പടമുകൾ പള്ളി എന്ന് പറഞ്ഞത് എൻ്റെ ശൈശവം മുതൽ കാണുന്നൊരു പള്ളിയാണ്. എൻ്റെ ശൈശവത്തിൽ ഇന്ന് ഈ പള്ളി ഏറ്റവും ചെറിയതായിരുന്ന പള്ളി ഇരുന്നപ്പോൾ ഞാനൊക്കെ അന്നൊക്കെ എൻ്റെ ബാല്യത്തിൽ ഞാനകത്ത് കയറിയിട്ടുണ്ട്. പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മതപരമായ കാര്യങ്ങൾ ലോകത്ത് വ്യാപിച്ച് അതിൻ്റെതായ കേരളത്തിന് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മതപരമായ അന്യമതസ്ഥലത്തിലേക്ക് ഒരു മറ്റു മതസ്ഥരിൽപ്പെട്ട ഒരാൾ ദേവാലയത്തിൽ വരുമ്പോൾ അവരൊക്കെ നോക്കുന്നൊരു കാഴ്ചപ്പാടിലൊക്കെ ജനങ്ങൾക്ക് വ്യത്യാസം വന്നുണ്ട്. അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. പക്ഷേ എന്നിരുന്നാലും പടമുകൾ പള്ളിയെക്കുറിച്ച് പൊതുവേ പറയുമ്പോൾ പടമുകൾ പള്ളി പരിപാലന കമ്മിറ്റിയാണ് അതിൻ്റെ ഭാരവാഹികളാണെങ്കിൽ പോലും കേരളത്തിൽ അങ്ങോളമില്ലാത്ത ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഭാരവാഹികളാണ് ഇവിടെ ഭരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പള്ളിയിൽ ഇപ്പോൾ വരുമ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ 12 വർഷത്തോളമായി എല്ലാ നോമ്പും റംസാൻ മാസം നോമ്പെടുക്കുക, നോമ്പ് തുറക്കുന്നത് ഈ പള്ളിയിൽ വന്നിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ പള്ളിയിൽ വയ്ക്കുന്ന നെയ്ച്ചോറാണെങ്കിലും മറ്റേ നിബിധനത്തിനാണെങ്കിലും എനിക്കൊരു പാക്കറ്റ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ വന്നില്ലെങ്കിലും എനിക്ക് വീട്ടിൽ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ അറിയപ്പെടുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിലായിരിക്കും ഒരു മതേതര കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഭാരവാഹികരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പടമുകൾ പള്ളി മറ്റ് പള്ളികളേക്കാൾ ഒരു വ്യത്യസ്തമാണ്. അത് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ആദ്യ പടി തന്നെയായിരിക്കും ഇപ്പോൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതസ്ഥരെ കൊണ്ടുവന്നിട്ട് ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ആദ്യമേ മുൻഗണന ചെയ്തിരിക്കുന്നത് പടമുകൾ പള്ളിയാണ്. അപ്പോൾ അത് മറ്റ് പള്ളികൾക്കൊക്കെ അതൊരു എന്താ പറഞ്ഞാൽ മാതൃകയൊന്നുമല്ല, അവർ ഏറ്റെടുക്കേണ്ടതാണ്. 53-54 വയസ്സായി. അപ്പോൾ എൻ്റെ ബാല്യത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന അത്രയും അത് ഒരു മതങ്ങൾ തമ്മിലുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. നമുക്ക് എവിടെയും കയറി ഇതുവരെ എല്ലാം നമ്മൾ അമ്പലത്തിൽ പോകും, മറ്റുള്ളൊരു പള്ളിയിൽ പോകുന്നൊക്കെ ഉണ്ട്. പിന്നീട് അതിന് ശേഷമാണ് 80കൾക്ക് അവസാനത്തോടുകൂടിയാണ് ഒരു തരം മതങ്ങൾ തമ്മിലുള്ളൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു സംഘട്ടന കാലഘട്ടത്തിലേക്ക് വന്നത്. അത് പല പല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്ന പടമുകൾ പള്ളി അതൊരു വ്യത്യസ്തമായിരുന്നു. എല്ലാവരും ഉൾക്കൊണ്ടതൊരു മതേതര കാഴ്ചപ്പാടുള്ള അത് ഏത് പള്ളിക്കും അതിനൊരു ഭാരവാഹികളായിരിക്കുന്നവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടാണ് ആ പള്ളിയെ എങ്ങനെ കൊണ്ടുപോകണം, നാനാമതക്കാരെ എങ്ങനെ കൊണ്ടുപോകണം. അതിൽ ഏറ്റവും മികച്ചതായിട്ട് എൻ്റെ പടമുളം പള്ളി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷമായിട്ട് പള്ളി നോമ്പ് പിടിക്കുന്നത് തുറക്കുന്നതൊക്കെ ഈ പള്ളിയിലായിരുന്നു. ഈ പള്ളിയിൽ വഹിക്കുന്ന ഒരു ഭക്ഷണം എനിക്ക് വീട്ടിൽ കിട്ടാറുണ്ട്. അത് ഞാൻ വന്നില്ലെങ്കിൽ പോലും എനിക്ക് വീട്ടിലെത്തിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും അന്യമതസ്ഥക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഏക സഹോദരിയെ പോലെ പോകുന്നു. അതും ഇവിടെയുള്ള ഈ പറഞ്ഞ പോലെ ഉസ്താക്കന്മാരായിട്ടിരിക്കുന്നവരൊക്കെ ആ ഒരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടുപോയത് തന്നെയാണ് കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിട്ട് നിൽക്കാവുന്ന ഒരു പള്ളിയാണ് പടമുകൾ പള്ളി. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾക്ക് നമ്മുടെ അനുഭവമാണ് പറയാൻ പറ്റുള്ളൂ. അനുഭവത്തിൽ പടമുകൾ പള്ളി ഒരു മാതൃക തന്നെയാണ്. അത് തുടർന്ന് തന്നെ പോയില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറഞ്ഞാൽ മനുഷ്യനല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ കാക്കനാട് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് ദയാനന്ദൻ. ഏതായാലും ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആദ്യം മുതൽ അവസാനം വരെ ഇത് മുഴുവനും കേട്ടിരുന്ന ഒരാളാണ്. എന്താണ് ഈ ഒരു സന്ദേശം നൽകുന്നത് നമുക്ക് ചോദിക്കാം. ഏതായാലും നിങ്ങളെപ്പോലെ എല്ലാ മതസ്ഥരും വന്നിരുന്നു. ബ്രാഹ്മണർ ഉൾപ്പെടെ, ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ വളരെ ആഗ്രഹത്തോട് ചേർന്നിരുന്ന ഒരു സംഭവമാണ് ഈ മുസ്ലിം സമുദായത്തിലെ പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലുക എന്നുള്ളത്. അപ്പോഴെല്ലാം ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു, അതിനകത്ത് എന്തായിരിക്കും നടക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു.
മറുപടി എന്നോണമാണ് ഇന്ന് ഈ പടമുകൾ ജമാഅത്ത് കമ്മിറ്റി ഈ എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പള്ളിയിലെ എല്ലാ മുക്കിലും മൂലവും നടന്നു കാണുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ബാങ്ക് അടക്കമുള്ള അവരുടെ കർമ്മങ്ങൾ നമ്മളെ നേരിൽ കാണുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയത്. അത് തീർത്തും ശ്ലാഘനീയമാണ്. ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ജമാഅത്ത് കമ്മിറ്റിക്ക് വളരെയധികം സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2ാം ഘട്ട മെട്രോ കടന്നു പോകുന്ന ഈ ഭാഗത്ത് ഒരു അനാവശ്യ തർക്കങ്ങളും കൂടാണ്ട് വലിയൊരു ഭാഗം ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവർ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്ക് നമ്മുടെ വ്യാപാര മേഖലയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ടൊന്നും മാറും എൻ്റെ ജീവിതത്തിൽ. കാരണം ഈ ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഈ പരിപാവനമായ ഈ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇന്നാണ് സാധിച്ചത്. അതിന് സർവേശ്വരനോടുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ആളുകൾ ചെയ്യേണ്ടത്. കാരണം തീർച്ചയായിട്ടും നമ്മളുടെ ഇവിടുത്തെ സാഹോദര്യം നിലനിൽക്കാൻ, നമ്മുടെ യൂണിറ്റി നിലനിർത്താൻ എല്ലാം വേണ്ടത് ഇതുപോലുള്ള കൂട്ടായ്മകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും മറ്റുള്ള ആളുകൾ ഇത് കണ്ട് ചെയ്ത് നമ്മൾ ഇനിയും ഇതുപോലെ ഒന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ ഈ ഇവിടുത്തെ നിവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ സംരംഭം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എനിക്ക് തന്നത്. സ്നേഹം പങ്കിടാനും കഴിയുന്ന വിധമുള്ളതാണ്. അത് ഭ്രാന്താവരുത്, മതമാവരുത്. എല്ലാ അതിർവലമ്പുകളും ലംഘിച്ച് അവനവന്റെ ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെട്ട് മതത്തിന്റെ സ്രോതസ്സുകളൊക്കെ വലിച്ചെറിഞ്ഞ് അവനവന്റെ ഇഷ്ടങ്ങൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ മതങ്ങളെ ആളുകൾ കാണും. വ്യക്തികളിലൂടെ അങ്ങനെ മതങ്ങളെ പലതായി ചിത്രീകരിക്കപ്പെടുന്നു. പക്ഷെ എല്ലാ മതങ്ങളെയും നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന്. ഇസ്ലാം അതിൻ്റെ പ്രചാരണത്തിനായി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിൽ അവസാനം വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മുഹമ്മദ്, ആ പ്രവാചകനിൽ വിശ്വസിക്കണം, അപ്പോഴാണ് നിങ്ങൾ വിശ്വാസികളാകുന്നത് എന്ന് മുസ്ലിങ്ങളോട് പറയുമ്പോൾ തന്നെ കടന്നുപോയ വഴികളിൽ വന്ന പ്രവാചകന്മാരും, ഈസാ പ്രവാചകൻ, മോസസ് മൂസാ പ്രവാചകൻ, ഇബ്രാഹിം പ്രവാചകൻ, ആ പ്രവാചകനോടൊക്കെ നിങ്ങൾ ആത്മബന്ധം പുലർത്തുകയും അവരൊക്കെ ഈ സന്ദേശം വിളംബരം ചെയ്യാൻ ഈ വഴിയിലൂടെ കടന്നു വന്ന പ്രവാചകന്മാരായിരുന്നു. ഞാൻ വിചാരിച്ചതിന് പടങ്ങൾ പള്ളിക്കകത്ത് എന്തോ ഏതോടൊപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഞാനല്ലാതെ നിലനിൽക്കുന്നുണ്ടാകരുത്, ഏകദൈവമല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത്, ഒരു വിഗ്രഹവും ആരാധിക്കരുത്, അതിനെ വണങ്ങുക പോലും ചെയ്താണ്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യമായത്. വളരെ സന്തോഷം. 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് അതിൻ്റെ ഒരു അപകടം കിട്ടിയാൽ കൊള്ളാം. പുറത്തുനിന്നുള്ള ഒരു സഹോദരിയോ സഹോദരിയോ ഒരു മുസ്ലിം മതം സ്വീകരിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതിലിപ്പോ എന്റെ അംഗീകാരത്തിന്റെ ആവശ്യം, പള്ളിയുടെ അംഗീകാരത്തിന്റെ ആവശ്യം ശരിക്കും മുസ്ലിം ആവാനില്ല. പള്ളി അംഗീകരിക്കുന്ന പള്ളിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻസിലേക്ക് സ്പേസ് കൊടുക്കുക എന്നാണ് നമ്മൾ ചോദിച്ചതെങ്കിൽ അതായത് പള്ളിയുടെ ഭാഗമാക്കുക. തീർച്ചയായും ആക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആക്കിയിട്ടില്ലെങ്കിൽ പള്ളി തറവാട്ട് സ്വത്തല്ലല്ലോ, പള്ളി അല്ലാഹുവിൻ്റെതല്ലേ. അവിടെ ഒരാൾ മുസ്ലിമായിട്ട് വന്നാൽ പള്ളിയിൽ കയറാനാണ് അനുവദിച്ചില്ലെങ്കിൽ ഇവൻ മുസ്ലിമാവില്ല, ഇവൻ മുസ്ലിമാകാൻ പറയാൻ പറ്റും. പള്ളിയുടെ പ്രസിഡന്റിന് പള്ളിയിൽ പ്രത്യേകിച്ച് അധികാരമുണ്ട്, അല്ലെ എന്റെ പരിപാലനമുണ്ട്. വിശ്വാസിയാവാൻ ആരും അംഗീകാരം. ഒരാള് അള്ളാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞാൽ ഞാനും ആ പറഞ്ഞ ആളും അള്ളാഹുവിനോട് സമമാണ്. എന്റെ അംഗീകാരം അവനക്കും അവൻ അംഗീകാരം എനിക്കും ഉണ്ടാവില്ല. ഞാൻ അവൻ അംഗീകരിക്കാൻ അവൻ എന്നെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ തുല്യമാണ്. രണ്ടാളവിടെ തുല്യരാണ് മുസ്ലിമായി കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. വിശ്വാസത്തിന് മുന്നിൽ ഒരാൾക്ക് മേൽക്കൈ അങ്ങനെ ഉണ്ടാവില്ല. സ്ത്രീകൾ പള്ളിക്ക് അശുദ്ധമല്ല, അല്ലെങ്കിൽ അവർ പള്ളിയിൽ കയറാൻ പാടില്ലാത്തവരല്ല, അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ അസ്രം നിസ്കരിച്ചു, ഇവിടെ ഒരു പെണ്ണ് വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാണെന്നാണ് കർമ്മശാസ്ത്ര വിധി. പിന്നെ അത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ജുമാക്ക് വന്നാൽ അത് ശരിയാണെന്നുള്ളതാണ് കർമ്മശാസ്ത്ര വിധി.
പിന്നെ നമ്മൾ സ്ത്രീകളെ കൊണ്ടുവരുന്ന സ്ത്രീകൾ ഇങ്ങനെ പൊതു ഇടങ്ങളിലേക്ക്, പബ്ലിക്കിലേക്ക് പുരുഷന്മാരുമായിട്ട് മിങ്കിളായി വരുന്നതിനെ ഇസ്ലാം റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. അത് വെക്കുന്നത് സ്ത്രീകൾ വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ്. അത് മതത്തിന്റെ പേരിൽ അത് ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അടഞ്ഞിട്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ വന്നാലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിലാണ് ഇസ്ലാമിന് കരുതലുള്ളത്. അല്ലാതെ ഒരു സ്ത്രീ പള്ളിയിൽ വരുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഇപ്പൊ മക്കയിലൊക്കെ പോകുമ്പോൾ നമ്മള് ഉംറക്ക് പോയാൽ അവിടെ പള്ളിയിൽ നിസ്കരിക്കും. ഇപ്പോൾ തന്നെ അധിക പള്ളികളിലും നിസ്കരിക്കാനുള്ള സൗകര്യം വന്നു. കാരണം സ്ത്രീകൾ ഓൾറെഡി പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സ്ഥലമാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറവാണ്. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു കാഴ്ചപ്പാട്. ഇപ്പൊ ഏതായാലും സ്ത്രീകൾ പുറത്താണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ പള്ളികളോടും സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അനുബന്ധമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എനിക്കറിയാൻ ആഗ്രഹമുള്ള കാര്യം, നമ്മൾ ഈ അഞ്ച് ബാങ്കുവിളി ഉണ്ടല്ലോ, ഈ 5 ബാങ്കുവിളിയിൽ നമ്മൾ കേൾക്കുന്നത് 5ഉം ഒരേ അർത്ഥമാണോ, അല്ലെങ്കിൽ 5നും 5 തരത്തിലുള്ള അർത്ഥമാണോ എന്ന് അറിഞ്ഞപ്പോൾ മുതലാകട്ടെ. അർത്ഥത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരേ വാക്കുകൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. പിന്നെ അതിൽ ഒരു എക്സ്ട്രാ നമുക്ക് തോന്നുന്ന പ്രഭാത നമസ്കാരം, സുബഹി നമ്മൾ പറയും. ആ സുബഹി സമയത്ത് ആ വാക്കിന്റെ വാക്കുകളിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കാൻ പറ്റും. അതിന്റെ അർത്ഥം നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ ഉത്തമം നിസ്കാരമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അത്രേ ഉള്ളൂ വാക്കിന്റെ വിഷയം. 7ാം ക്ലാസ്സിൽ പഠിക്കുകയായി. എൻ്റെ ചുറ്റുപുറവും എല്ലാം മുസ്ലിം ദേവാലയങ്ങളുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഏറ്റവും കൂടുതലും മുസ്ലിം കൂട്ടുകാരായിരുന്നു, ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഒരു മസ്ജിദിൽ കയറാനുള്ള ഭാഗ്യം അന്ന് ഉണ്ടായിട്ടില്ല. ഈ 63ാമത്തെ വയസ്സിൽ 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ദേവാലയത്തിനുള്ളിൽ പാദമുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു പുണ്യമായി ഞാൻ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ മീഡിയ ക്ലബ്ബ് ഖുറാനെ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഖുറാന്റെ മലയാള പരിഭാഷ കുറച്ചൊക്കെ ഞാൻ വായിച്ചു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ വിശ്വാസിയല്ല എന്നത് ഞാൻ പഠിച്ചത് ഖുറാനിൽ നിന്നാണ്. നീ ആഹരിക്കുമ്പോൾ നിന്റെ പാത്രത്തിന് ചുറ്റും വീണു പോകുന്ന അരിമണികളെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കരുത്. അതിൽ പരമകാരുണികനായ അള്ളാഹു നിന്റെ പേരെഴുതിയിട്ടില്ല എന്ന് പറഞ്ഞത് വായിച്ചതും ഖുറാനിലൂടെയാണ്. അറിവ് മഹത്തരമാണ്, സൗഹാർദ്ദം അതിലും ഉത്തമമാണ്. ഏതൊരു മതവും വിശ്വാസവും പരസ്പരം അണികളെ ചേർത്ത് നിർത്തുന്നതായി ഞാനിവിടെ ഒരു സംശയം ഉന്നയിച്ചത്, ചേരമാൻ രാജാക്കന്മാരുടെ കാലത്ത് ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിച്ചു എന്നൊരു വസ്തുത നിലനിൽക്കുന്നു. AD 844 കൊടുങ്ങല്ലൂര് ഉണ്ടായിരുന്ന ചേരമാൻ വംശത്തിൽപ്പെട്ട ഒരാൾ മക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും അദ്ദേഹം മടങ്ങി വന്നില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ ആ മസ്ജിദിന്റെ പേര് ചേരമൻ മസ്ജിദ് എന്നാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ മസ്ജിദാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവഗാഹമില്ല. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇവിടെ ഇരിക്കുന്ന ഈ അറിവിന്റെ ഭണ്ഡാകാരൻ, ഇത്ര നല്ല പദസമ്പത്ത്, ഇത്ര നല്ല വായന, ഇത്ര മികച്ചതായ ഒരു പാണ്ഡിത്യം, ഇത് നമ്മൾ മലയാളികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണല്ലോ, വായന നശിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒരു മകുടമായ ഉദാഹരണമാണ് വാക്കുകൾക്ക് വേണ്ടി നമ്മൾ തപ്പി നടക്കുന്നത്. ഇവര് ചെറുപ്പക്കാരായ പണ്ഡിതന്മാരാണ്. ഇവരുടെ മുന്നിൽ ശിരസ് നമിക്കാൻ തോന്നുകയാണ്. എത്ര ഉദാത്തമായ വാക്കുകൾ, എത്ര മനോഹരമായ പദസമ്പത്ത്. ഒരാളിനെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ, സന്നിവേശിപ്പിക്കുവാൻ, സാംശീകരിക്കുവാൻ അവര് ഉപയോഗിക്കുന്ന പദങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒക്ടോബർ 2-ാം തീയതി ഈ 63 വയസ്സുകാരനായ ശിവശങ്കരപിള്ളയുടെ ജീവിതത്തിൽ ഒരു അലിഖിതമായ ദിവസമല്ല, ഒരു ലിഖിത ദിവസമാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഈ പള്ളിക്കുള്ളിൽ കടന്നു വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി, ഈ മെട്രോ റെയിലിന്റെ 2ാം ഘട്ട വികസനത്തിന് വേണ്ടി
ഒരു മുറുമുറുപ്പും കൂടാതെ ഈ ഭൂമി വിട്ടുകൊടുത്ത ഈ മസ്ജിദിന്റെ മുഴുവൻ ആളുകളും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ കടപ്പാട്, സ്നേഹം, നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പരമകാരുണികനായ അള്ളാഹു അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇത് ഇവിടെ ഒരു ടെക്കീസിൻ്റെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ടെക്കീസിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൻ്റെ പേരാണ് അമിറ്റി ഫോറം. അപ്പോൾ ആ അമിറ്റി ഫോറം പിന്നെ ഇവിടുത്തെ MSS വാഴക്കാല യൂണിറ്റ്, ഇവർ രണ്ട് പാർട്ടി കൂടി ഞങ്ങൾക്ക് ഒരു 3-4 മാസം മുമ്പ് തന്നെ നമുക്ക് ഒരു അപേക്ഷ തരികയുണ്ടായി. ഇങ്ങനെ ഒരു യോഗം നമുക്ക് സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് അതേക്കുറിച്ച് ആദ്യമായിട്ടുള്ള സംഭവം ഇതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റിയിലും കൗൺസിലിലും ചർച്ച ചെയ്തപ്പോൾ വളരെ നല്ല ഒരു സപ്പോർട്ട് ഞങ്ങൾ കിട്ടി. നിങ്ങൾക്ക് യു ഗോ എഹെഡ് എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ കിട്ടി. പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ അവരുടെ സഹകരണത്തോടുകൂടി തന്നെ ഞങ്ങൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇത്രയും വിജയകരമാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വിജയപ്രദമാകും, കാരണം മറ്റുള്ളവരുടെ ആ പങ്കാളിത്തം ഇത്രമാത്രം ഉണ്ടാകുമോ എന്നെല്ലാം ഞങ്ങൾ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആശങ്കകളെല്ലാം അകറ്റുമാറ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ആശാവഹമായ ഒരു പരിപാടിയായിട്ട് അത് ഭവിച്ചു, അല്ലെങ്കിൽ അതിന് ദൈവം അങ്ങനെ ആക്കിയെന്നതിൽ ഞങ്ങൾക്ക് ദൈവത്തോട് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ നാനാജാതി മതസ്ഥർ, നാനാ വിഭാഗങ്ങളിലുള്ള ആൾക്കാർ, ചെറിയതും വലിയതുമെന്നില്ലാത്ത ആളുകൾ എല്ലാവരും അതിൽ പങ്കെടുത്തു. പലവരും അതിനകത്ത് ആശംസകൾ അർപ്പിക്കാൻ അവരെല്ലാം തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും സമയം അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ഖേദകരമായ അവസ്ഥയാണ്. കാരണം പരിമിതമായ സമയമായിരുന്നു. ആ സമയത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അവരെല്ലാം വേണ്ട വിധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കിപ്പോഴുമുണ്ട്. ഏതായാലും ഈ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട അവരുടെ ആ ഒരു സാന്നിധ്യവും അവരുടെ സഹകരണവും വളരെ നിസ്തൂലമായിരുന്നു. അതിലെത്ര ശ്ലാഘനീയമാണെന്ന് ശ്ലാഘിച്ചാലും നമുക്ക് മതിയാവരില്ല. ജമാഅത്ത് കമ്മിറ്റിയുടെ ആ ഒരു നന്ദി അവരോട് ഞാൻ പ്രകാശിപ്പിക്കുകയാണ് ഈ ഇത്തരണത്തിൽ. മോറോവർ നമുക്ക് നമ്മളെ മീഡിയ കവറേജ്, നമ്മളുടെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്ത ഒരു ഇതായിരുന്നു. കാരണം ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും നമ്മളുടെ നല്ലൊരു മീഡിയ കവറേജ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ധർമ്മം പോലെ തന്നെ അവരുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇത്രയും നല്ല ഒരു ചുവടുവയ്പ്പിലേക്ക് അവർ ഇത്രയും നമ്മളോട് സഹകരിക്കാനുള്ള കാരണമെന്ന് ഞാൻ വിചാരിക്കും. യെസ്, എൻ്റെ പേര് ഹബീബ്. ഞാൻ പടമോൾ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയാണ്. ഇവിടെ ഇന്ന് ദിവസം ഇവിടെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് പടമോൾ മുസ്ലിം ജമാഅത്ത് നടത്തിയത്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് അമിറ്റി ഫോറം എന്ന ഇൻഫോ പാർക്കിലെ ചെറുപ്പക്കാർ. അവർ നമ്മളോട് ആവശ്യം ഉന്നയിച്ച് നമ്മളുടെ കൗൺസിലും ജമാഅത്ത് കമ്മിറ്റിയൊക്കെ തിരുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടായി ആളുകൾ ഉണ്ടാവോ ഇല്ലേ എന്ന്. പക്ഷേ ഞങ്ങൾ വിളിച്ച എല്ലാ ആളുകളും ഇതിൽ വളരെയധികം നല്ല രീതിയിൽ പങ്കെടുത്തു. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡോക്ടർ സുകുമാരൻ നായർ തന്നെ 75 വയസ്സായി എനിക്ക് എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ ഇതിൻ്റെ അകത്ത് കയറാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടായില്ല. ഇത് വളരെ നല്ലൊരു പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്തത് എന്ന് നല്ല രീതിയിൽ പറഞ്ഞു. അതുപോലെ രംഗനാഥ പ്രഭു, എറണാകുളത്തുള്ള രംഗനാഥ പ്രഭു, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിനെ വിലയിരുത്തി. ഇനിയും പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉണ്ടാവട്ടെ എന്ന് പുള്ളി ആശംസിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിശയകരമായി തോന്നിയത് മീഡിയ ശരിക്കും കവർ ചെയ്തു. പക്ഷേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കവറേജായിരുന്നു മീഡിയ തന്നത്. അതിലെല്ലാ മീഡിയക്കാർക്കും ജമാഅത്ത് സെക്രട്ടറി എന്ന പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പരിപാടി വളരെ ഭംഗിയായി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവത്തോടും അതോടൊപ്പം തന്നെ ഇതിലെല്ലാം വിജയപ്രദമാക്കിയ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതിന് ഞങ്ങളോട് സഹകരിച്ച ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, ഈ അമിറ്റി ഫോറത്തിൻ്റെ അംഗങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ MSS വാഴക്കാല യൂണിറ്റ് ഭാരവാഹികൾ, ഇവരെല്ലാവരുടെയും നിസ്തൂലമായ സഹകരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചെറുപ്പക്കാരുടെ ഇവിടുത്തെ ഇന്നത്തെ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമായ കാര്യം എന്നാൽ വളരെയധികം ചെറുപ്പക്കാർ ഇതിൽ വളരെ വോളണ്ടിയേഴ്സായിട്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ അവർ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ 2-3 മണിക്കൂറത്തെ പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ദീർഘമായ സമയത്ത് അവർ വന്നിരിക്കുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആശങ്കകളേക്കും അതീതമായിരുന്നു പങ്കാളിത്തം. ഞാൻ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
ഇന്നിപ്പോൾ നടന്ന ഈ ഇതിൽ സംസാരിച്ച ബ്രാഹ്മണ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ മുതൽ ക്രിസ്ത്യൻസ് എല്ലാ സമുദായത്തിൽപ്പെടുന്ന ആളുകളും ഈ ഒരു ചടങ്ങിൽ ഈ ഒരു എല്ലാവരും മതസൗഹാർദ്ദ ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്, നമ്മളുടെ കേരളം. ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ, നന്മ 24.